മാപ്പിള ഗാനശാഖയിൽ തിളങ്ങി നിന്ന എഴുത്തുകാർ, പാട്ടുകാർ, സംഗീത സംവിധായകർ എന്നിവരെയൊക്കെ അനുസ്മരിക്കുന്ന ഓർക്കുന്ന ഇശല വസന്തത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിശിഷ്ട അതിഥിയായിക്കൊണ്ട് എത്തിയിട്ടുള്ള ഫൈസലിന്റെ ഭാര്യ ഫാത്തിമ, അവർക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ പാട്ട് ജീവിതവും ഒക്കെ നിങ്ങളുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഉപ്പ കൂടെ ഉണ്ടായിട്ടുള്ളൂ. 2 വർഷം കൊണ്ട്, കല്യാണം കഴിഞ്ഞ് 2 വർഷം കൊണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ടായി. അപ്പം ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല ഉപ്പ പാടുന്നതൊന്നും. കല്യാണ വീടുകളിലെല്ലാം കുറേ മുന്നേ ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ പിന്നെ തളിർമുല്ല വിധാനിച്ചത്, പിന്നെ മധുവർണ്ണ അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോൾ പാടിയതും എഴുതിയതാണെന്നല്ല പിന്നെയാണ് അറിഞ്ഞത്. ആദ്യം മുതലേ കേൾക്കുന്നുണ്ടായി, പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ല. അന്നേരം ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉള്ള പോലത്തെ സോഷ്യൽ മീഡിയയിൽ എക്സ്പോഷറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ ആളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ പാട്ടുകളൊന്നും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞു വരുന്നതേ. ഫൈസൽ സാറ് പറഞ്ഞ പോലെ അർഹിച്ച അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. ശരിക്കും പ്രോഗ്രാം അതിന് വേണ്ടിയിട്ടാണ്, എല്ലാവരിലേക്കും എത്തിക്കണം നമുക്കിതൊക്കെ. യെസ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ പല റിയാലിറ്റി ഷോസിലൊക്കെ ഇങ്ങനെ പാടുന്നോ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഫാമിലിയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീല്? അതെ, നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഉപ്പാൻ്റെ പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത് സന്തോഷം തോന്നുന്നുണ്ട്. ഈ അവസരത്തിൽ ലിയാഖത്ത് ഖാ അവസാന കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ്, എനിക്ക് തോന്നുന്നു 2-3 വർഷം മുമ്പ് തോന്നുന്നു, കൃത്യമായി എനിക്കറിയില്ല. ഫൈസലിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഫൈസലിനോട് ചോദിക്കാം. ഒരു ഭാഗം മുഴുവനായിട്ട് തളർന്നിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചത്. എന്നാലും അദ്ദേഹം പാട്ട് നിർത്തിയിട്ടില്ലായിരുന്നു. ആ സമയത്തും അദ്ദേഹം ട്യൂൺ ചെയ്യാറുണ്ടായിരുന്നു, ആ സമയത്തും അദ്ദേഹം പാട്ട് പാടാറുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ ഒരുപാട് സമയം അദ്ദേഹത്തിനോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. ലിയാഖത്ത് സാറിന്റെ അതിമനോഹരമായ മറ്റൊരു ഗാനം കൂടി നമ്മൾ ഇനി കേൾക്കാൻ പോവുകയാണ്. ശ്രേയ ജയദീപ് നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും.